പാട്ടിൽ ഈ പാട്ടിൽ ഇനിയും നീ ഉണരില്ലേ ഒരു പാടി പാടും ഈണം കേട്ടതില്ലേ 1030 അധികം 1030 2060 2060 അധികം 30 2900 2090 അധികം 10 3000 അമ്മയെന്നാണ് വിളിക്കുന്നത്. ഞാൻ എങ്ങനെ വിളിക്കുന്നത്? എത്ര നാളുണ്ട് സ്റ്റാർട്ടിങ് തൊട്ടാണോ? ഞങ്ങള് ഞാൻ പറഞ്ഞു ഞങ്ങളൊരു വർഷമായിട്ട് ഇവിടെ ഷൂട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാരും ഒരു ഫാമിലി പോലെയാണ് മുന്നോട്ട് പോകുന്നത്. മീനോട് ഭയങ്കര ഇഷ്ടമാണോ? മീനിനോടോ? മീനിനോട് ഇഷ്ടമാണ്. 3 ചാള എടുത്ത് 3 ചാള ഫ്രൈ എടുത്ത് പാത്രത്തിൽ. അത് ആക്ച്വലി അതിന്റെ വേറൊരു കാര്യമുണ്ട്. നമ്മളെല്ലാരും ഓരോ മീൻ എടുക്കും. പക്ഷെ എന്റെ ചേച്ചിയായിട്ടുള്ള ക്യാരക്ടർ നമ്മള് രാധ എന്ന് പറഞ്ഞിട്ട് ആൻ ചേച്ചിയുടെ ഫിഷ് ഫ്രൈ എന്ന് എനിക്കാണ്. മുളക്കുഴി, വട്ടം ഫേസ്, ഒരു വട്ട പൊട്ടൂടാകുമ്പോ ഇപ്പൊ ഒരു എന്റർടൈൻമെന്റ് ആയില്ലേ? സന്തോഷമല്ലേ? ഒരു ഇന്റർവ്യൂ ആയിട്ട് തോന്നി, ഫീൽ ചെയ്തോ? ഇല്ല. ഹായ്, ഹലോ, നമസ്കാരം. ബ്രേക്ക് ത്രൂ പ്രേക്ഷകരിലേക്ക് സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത്, നമ്മൾ ലൊക്കേഷൻ മാറിയിട്ടില്ല, ടീച്ചറമ്മ ലൊക്കേഷൻ തന്നെയാണ്. അവിടെ ടീച്ചറിന് ഏറ്റവും പെറ്റായിട്ടുള്ള ഒരാളാണ് എന്നോട് ഇരിക്കുന്നത്. ടീച്ചർ വീണമോൾ എന്ന് വിളിക്കുന്ന അലീന സാജൻ. ഹായ് ചേട്ടാ. നമസ്കാരം. നമസ്കാരം ചേട്ടാ. നല്ല ചിരിയാട്ടോ. താങ്ക് യു. ഭയങ്കര കോസ്റ്റ്യൂം ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. ഇത് ഏതെങ്കിലും ഇപ്പൊ ഒരു വേഷത്തിന് വേണ്ടി ഇപ്പം അകത്തേതൊക്കെ സീക്വൻസിന് വേണ്ടി എന്ത് സീക്വൻസ്? അത് ആക്ച്വലി ഒരു സ്പെഷ്യൽ സീക്വൻസ് ആണ്. അതിനിപ്പോ നമ്മള് മുന്നോട്ട് വേണ്ട, ഞങ്ങളെ ക്യാമറ പറത്തിട്ടുണ്ട്, അത് പറഞ്ഞല്ലേ. അത് എന്റെ എൻഗേജ്മെന്റ് സീനാണ്. ആരെയും വിളിക്കാൻ നടത്തുവാണോ? എന്തോ ആരെയും വിളിക്കാൻ നടത്തും? ഇല്ല, ഞങ്ങള് കുറച്ച് സിമ്പിൾ ആയിട്ട് നടത്തുന്നു എന്നുള്ളതേ ഉള്ളൂ. നമ്മളിനി ആഡംബരമായിട്ട് നടത്തും. അപ്പം തീർച്ചയായിട്ടും അലീന വളരെ സന്തോഷം. അലീന സാജൻ അല്ലേ? അലീന സാജൻ. അപ്പം അച്ഛനും ഇതിനകത്ത് ചെയ്യുന്നുണ്ടോ? അതെ, എന്റെ പപ്പയും ഇതില് ചെയ്യുന്നുണ്ട്. ഇതില് വന്നിട്ട് നീന എന്നുള്ള ക്യാരക്ടറുണ്ട്. എൻ്റെ അമ്മയുടെ, അതായത് ശ്രീലക്ഷ്മി ചേച്ചിയുടെ ഒരു ഫേവറേറ്റ് സ്റ്റുഡൻ്റ് ആയിട്ടൊരു കുട്ടിയുണ്ട്. ആ കുട്ടിയുടെ ഫാദർ ആയിട്ടുള്ള റോളാണ് ചെയ്യുന്നത്, പീറ്റർ എന്ന് പറഞ്ഞിട്ട്. ഈ അലീനയെ കാണുമ്പോഴേ എനിക്ക് ശോഭന ചേച്ചിയൊക്കെ ഓർമ്മ. ഇച്ചിരി വട്ടപ്പൊട്ടൊക്കെ വലുതായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു നർത്തകി. ഡാൻസ് കളിക്കുമോ? ഇല്ല, കളിക്കാറുണ്ട്. ക്ലാസിക്കല്. ഇപ്പൊ എന്തിനാ പഠിക്കുന്നത്? ഞാനിപ്പോ പി ജി. ഇപ്പൊ നമ്മൾ ഈ ഇന്റർവ്യൂ എടുക്കുന്ന നമ്മുടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ബ്രേക്ക് ത്രൂ പ്രേക്ഷകർ ചോദിക്കും ഇതൊക്കെ ആരാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരും. പക്ഷെ ഒരു കാര്യം പറയാനുള്ളത്, എല്ലാരും ആർട്ടിസ്റ്റുകളാണ്. അപ്പൊ അലീന ആരാന്നുള്ളത് നിങ്ങൾ ഈ സീരിയൽ കാണാം, ടീച്ചറമ്മ സീരിയൽ കാണാം, കഥാപാത്രം കാണണം. അപ്പൊ ഈ സീരിയലിലേക്കുള്ള എൻട്രി അത് നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യമാണ്. ബിഹൈൻഡ് ദ ക്യാമറയിലായാലും അല്ലാതെ ആയാലും ചർച്ചകളുണ്ട് ഇവിടെ. എങ്ങനെയാണ് വന്നുള്ളത്? അരുൺ ചേട്ടൻ്റെ വൈഫ് റെക്കമെൻഡ് ചെയ്തിട്ടല്ലേ വന്നത്. അപ്പൊ അത് മാത്രമല്ല, ചെയ്യാനുള്ള കഴിവുണ്ടായതുകൂടെ ആയിരിക്കല്ലേ വിളിച്ചത്. നിഷാൻ സാറിനെ പോലെ ഡയറക്ടറിൻ്റെ അടുത്ത് പിടിച്ചു നിൽക്കണമെങ്കിൽ കുറച്ച് കഴിവില്ലാതെ നടക്കത്തില്ല. അത് അറിഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ. എങ്ങനെ പിടിച്ചു നിൽക്കുന്നു? സാറിൻ്റെ കാര്യം പറയുമ്പോൾ ഞങ്ങൾക്ക് ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് ഏറ്റവും അധികം ഒരു ക്യാരക്ടർ ചെയ്യാൻ അത്രയും ഫ്രീഡം തരുന്നൊരു വ്യക്തിയാണ് നിഷാന്ത് സാറ്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ്. ഞങ്ങളുടെ സെറ്റിൽ ഞങ്ങളെല്ലാവരെയും ഗൈഡ് ചെയ്യുന്നത് പുള്ളി തന്നെയാണ്. എന്ന് വെച്ചാൽ ഞങ്ങളെ ഒരു ക്യാരക്ടറിന് അവർക്കൊരു സ്പേസ് കൊടുക്കുക ചെയ്യാനായിട്ട്, അവർക്ക് അതിന് വേണ്ടുന്ന ഒരു ഗൈഡൻസ് കൊടുക്കുക. അതൊക്കെ സ്പോണ്ടേനിയസ് ആയിട്ട് ചെയ്യാറുണ്ടോ? ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഈ പറഞ്ഞ പോലെ ദിനംപ്രതി നമ്മൾ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിപ്പം ഞങ്ങൾ ഒരു 1 year ആയി ഞങ്ങളുടെ ഷൂട്ട്. അപ്പോൾ ഞങ്ങൾ ഒരുപാട് നാളായിട്ട് കാത്തിരുന്നിട്ട് ഞങ്ങൾ ഈ മന്തിലാണ് ഞങ്ങൾ ഇത് ടെലികാസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഒരുപാട് സന്തോഷം. ഇങ്ങനെ ഈ ഇടയ്ക്ക് ചോദിക്കട്ടെ, ഇപ്പം സീരിയസ്ലി പറഞ്ഞ കുറച്ച് നാടൻ തനിമയുള്ളൊരു ഫേസ് ഇങ്ങനെ ഇഷ്ടപ്പെടുന്ന കുറെ ചെറുപ്പക്കാർ കാണും. അപ്പം ലൊക്കേഷൻ ഇപ്പം രണ്ടാമത്തെ സീരിയൽ, ഈ 2 ലൊക്കേഷനിലും ആരെങ്കിലും അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ? എനിക്ക് ഇഷ്ടമാണ്. ഇല്ല. അല്ല, ഞാൻ തെറ്റായിട്ട് പ്രപ്പോസ് ചെയ്യുന്നത് തെറ്റായിട്ടുള്ള കാര്യം അങ്ങനല്ല. അത് ഞാൻ ചോദിച്ചതാ. അങ്ങനെ ആരും വന്നിട്ടില്ല? മുളക്കുഴി, വട്ടം ഫേസ്, ഒരു വട്ട പൊട്ടൂടാകുമ്പോ തോന്നുന്നുണ്ടോ ഞാൻ കളിയാക്കുന്നതായിട്ട്? ഒരിക്കലും. ഞാൻ സീരിയസ്ലി പറഞ്ഞു, ട്രസ്റ്റ് ചെയ്യാം, സത്യത്തിൽ പറഞ്ഞത്. കാര്യം ചിലർക്ക് അങ്ങനെയുള്ളൊരു ഈ മോഡേൺ പെൺകുട്ടികളെ, ചിലപ്പോൾ മോഡേൺ ആയിരിക്കാം, ഈ കോസ്റ്റ്യൂമിലാണ്ടായിരിക്കും ഇങ്ങനെ. രണ്ടും ഇഷ്ടമുള്ള വ്യക്തിയാണ്. ഏറ്റവും കൂടുതൽ എങ്ങനെയുള്ള വേഴ്സ് യൂസ് ചെയ്യാനാണ് ഇഷ്ടം? കൂടുതലും സാരിയാണ്. കൂടുതലും സാരിയാണ്. സാരി ട്രഡീഷണൽ. ഇപ്പൊ പി ജി ഫൈനൽ ഇയർ. എവിടെയാ? യൂണിവേഴ്സിറ്റി കോളേജ് പാളയത്ത്. അപ്പൊ ഇതിനകത്ത് ഈ ഒരു ലൊക്കേഷനിൽ വരുമ്പം ഒക്കെ ഉള്ളൊരു എൻജോയ്മെന്റ് ഞാൻ കണ്ടു. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, മീനോട് ഭയങ്കര ഇഷ്ടമാണോ? മീനോട് ഇഷ്ടമാണ്. ഞാൻ നോക്കിയപ്പോഴേ പോയപ്പോഴേ
3 ചാള എടുത്ത് 3 ചാള ഫ്രൈ എടുത്ത് പാത്രത്തിൽ അത് ആക്ച്വലി അതിന്റെ വേറൊരു കാര്യമുണ്ട്. നമ്മളെല്ലാരും ഓരോ മീൻ എടുക്കും. പക്ഷെ എന്റെ ചേച്ചിയായിട്ടുള്ള ക്യാരക്ടർ നമ്മളെ രാധ എന്ന് പറഞ്ഞിട്ട് ആൻ ചേച്ചിയുടെ ഫിഷ് ഫ്രൈ എന്ന് എനിക്കാണ്. പുള്ളിക്കാരി കഴിക്കത്തില്ല. എന്റെ പപ്പടം ചേച്ചിക്കും. ആന്റെ അടുത്ത് തന്നെ പോയിരിക്കും. ഇല്ലില്ല, ഞങ്ങള് പറഞ്ഞ് ഡീൽ ചെയ്ത് എന്റെ പപ്പടം ചേച്ചിക്ക്. ഈ പണ്ടത്തെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യുന്നത് നെല്ല് കൊടുത്തിട്ട് വാഴ വാങ്ങിക്കും, പപ്പടം കൊടുത്ത് മീൻ വാങ്ങിക്കും. ഞാൻ കണ്ട കാര്യം ചോദിച്ചു, കാര്യം അത് ഫണ്ണാക്കി എടുത്താൽ മീൻ. അതുകൊണ്ട് മീൻ ഇഷ്ടമാണോ ചോദിച്ചത്. ഈ അഭിനയത്തോട് എത്രത്തോളം ഇഷ്ടം ഇപ്പൊ വന്നിട്ടുണ്ട്? കാര്യം എന്ന് വെച്ചാൽ പഠിത്തം, അഭിനയം, ഇത് രണ്ടും കൊണ്ടുപോയാലേ പറ്റുള്ളൂ. അഭിനയം എപ്പോഴും കൂടെ കാണില്ല, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് കല്യാണം കഴിഞ്ഞാൽ മാറിപ്പോവേണ്ടി വരും. അപ്പൊ എത്രത്തോളം അഭിനയം കൂടെ കൊണ്ടുപോകുന്നുണ്ടോ, സൈഡായിട്ട് കൊണ്ടുപോകണോ? അല്ല, സൈഡൊന്നും ഒരിക്കലും ഞാൻ പറയത്തില്ല. എന്ന് വെച്ചാൽ എനിക്ക് അത്രയും ഇഷ്ടമുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ അത്രയും ഇഷ്ടമുള്ളൊരു ഒരു എന്താ പറയുക, ഒരു ശീലമെന്നോ അല്ലെങ്കിൽ ഒരു ടാലന്റ്, ഒരു പരിപാടിയാണ് ഈ അഭിനയം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരുപാട് നാളായിട്ട് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുന്നത് വെച്ചാൽ പഠിത്തം ഉണ്ട്, അത് ഒരു വഴിക്ക്, ഇതും ചെയ്യുന്നുണ്ട് അത് മറ്റൊരു വഴിക്ക്. ഈ പറഞ്ഞ പോലെ നമ്മുടെ കൂടെ അഭിനയിക്കുന്നതിൽ ലക്ഷ്മി ചേച്ചി ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ടാലന്റഡ് ആണ്. അത് മാത്രമല്ല ആക്ട്രസിൽ കുറച്ചുകൂടി, അതായത് സിനിമയിൽ നിന്ന് സീരിയലിലേക്ക് വന്ന കുറേ ആൾക്കാരിൽ ഒരു വ്യക്തി കൂടാണ്. അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ വരുമ്പോൾ അവരോട് ഒരു കോംബോ ചെയ്യുമ്പോൾ മിസ്റ്റേക്ക് വരുമ്പോൾ ദേഷ്യം വരുന്നിട്ട് എപ്പോഴും? അയ്യോ ഇല്ല, ഒരിക്കലും ഇല്ല. അമ്മ അത് ഒന്നെങ്കിൽ റെക്ടിഫൈ ചെയ്ത് തരിക, അല്ലെങ്കിൽ അതിനെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാമെന്ന് പറഞ്ഞു തരിക. ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ തന്നെ കുറച്ചുകൂടി നന്നായിട്ട് പറഞ്ഞു തരിക, അതൊക്കെ തന്നെയാണ്. അല്ലെ ദേഷ്യം വരുന്നിട്ട് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. അമ്മയെന്നാണോ വിളിക്കുന്നത്? ഞാൻ എങ്ങനെയാ വിളിക്കുന്നത്? എത്ര നാളുണ്ട്? സ്റ്റാർട്ടിങ് തൊട്ടാണോ? ഞങ്ങള് ഞാൻ പറഞ്ഞു, ഞങ്ങളൊരു 1 വർഷമായിട്ട് ഇവിടെ ഷൂട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരു ഫാമിലി പോലെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ എല്ലാവരും അത്രയും അറ്റാച്ച്ഡ് ആണ്. അപ്പൊ ഞാൻ വിളിക്കുന്നത് അമ്മ എന്ന് തന്നെയാണ്. അല്ല, അലീന ഇപ്പൊ അമ്മ എന്ന് വിളിക്കുമ്പോൾ ഒറിജിനൽ അമ്മ ഓടി വരുമ്പോ പറയാ ഈ അമ്മയല്ല വിളിച്ചത്? ഒരിക്കലും ഇല്ല. എന്റെ അമ്മയ്ക്ക് അറിയാം അത് ആരെയാണ് വിളിക്കുന്നത്. ടോൺ വ്യത്യാസം വല്ലതും? ഇല്ല, അങ്ങനൊന്നും ഇല്ല. അമ്മയ്ക്ക് അറിയാം. ഐ മീൻ ഇവിടെ എന്റെ ഇപ്പൊ വന്നിരിക്കുന്ന അമ്മയ്ക്ക് അറിയാം, ഈ പറഞ്ഞ പോലെ അത് ആരെയാണ് കറക്റ്റ് വിളിക്കുന്നത് എന്നുള്ള അമ്മയ്ക്ക് വന്നിട്ട് അറിയാം. വോയിസ് കേൾക്കുമ്പോ ഒരു 30 വയസ്സ് മേളിലുള്ള ഒരു ലേഡിയുടെ ഭയങ്കര ബേസ് വോയിസ് ആണ്. പക്ഷെ നല്ല വോയിസ് ആണ്. വോയിസ് കേൾക്കുമ്പോൾ പറയും പാട്ട് പാടും എന്നുള്ളത് ഉറപ്പാണ്. എൻ്റെ അടുത്ത് ഇവിടെ എല്ലാവരും പറയും. സീരിയസ്ലി ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു എല്ലാവരും പാട്ട് പാടും. 2 പേര് പാട്ട് നമുക്ക് പാട്ട് സത്യമായിട്ടും പഠിച്ചിട്ടൊന്നുമില്ല. നോക്കാം, നമുക്ക് പാടുന്ന കേട്ടു നോക്കാം. അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ കോസ്റ്റ്യൂം അനുസരിച്ച് പോകുന്നത് നല്ലൊരു ക്ലാസിക്കലോ സെമി ക്ലാസിക്കലോ മെലഡി ഇഷ്ടമുള്ള പാടിക്കും. എനിക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് ഞാൻ പാടാം. ഓക്കെ. സാഗരം മാറിലേറ്റും കതിരോൻ വീണെരിഞ്ഞു, കാതരെ നിന്റെ നെഞ്ചിൽ എരിയും സൂര്യനാരോ, കടലല തൊടു നിറമാർന്നു നിൻ കവിളിലും അരുണിമ പോത്തുവോ, പ്രണയമൊര സുലഭ മധുരമായി നിർവൃതി ഒഴുകും പാട്ടിൽ, ഈ പാട്ടിൽ ഇനിയും നീ ഉണരില്ലേ, ഒരു പാടി പാടും ഈണം കേട്ടതില്ലേ, പനിനീർ പൂക്കൾ ചൂടി രാവൊരുങ്ങില്ലേ, നെഞ്ചിലൂറും ഈ പാട്ടിൽ ഇനിയും നീ ഉണരില്ലേ. ഈ പാട്ട് കറക്റ്റ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ പറഞ്ഞു വന്ന കാര്യങ്ങളൊക്കെ ഓക്കെ, പാട്ട് അടിപൊളിയായിരുന്നു. പക്ഷെ എനിക്കത് ഇപ്പോഴും ചോദിക്കാനുള്ളത്, ഏറ്റവും ഭക്ഷണത്തിൽ എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഭക്ഷണം ഏതായിരിക്കും? ഫുഡ് എനിക്ക് പൊറോട്ടയും ബീഫും ഭയങ്കര ഇഷ്ടമാണ്. അത് പിന്നെ സാധാരണ ലേഡീസ് ചിക്കനോടാണ് കൂടുതൽ പറയാറ്, ബീഫ് കുറച്ച് ആൾക്കാർ പറയാറ് ബീഫ് ഇഷ്ടമുണ്ട്. പിന്നെ അതിനുശേഷം ഏതെങ്കിലും സ്നാക്സ് ആയിട്ട് എടുക്കുകയാണ്, പലഹാരത്തിൽ എടുക്കുകയാണ്? സ്നാക്സിൽ എനിക്ക് ഉണ്ണിയപ്പം ഇഷ്ടമാണ്. ഉണ്ണിയപ്പം, നെയ്യപ്പം, അങ്ങനെയൊക്കെയുള്ള ഇഷ്ടമാണ്. അതെ. അങ്ങനെ കൊട്ടാരക്കലിലെ ഗണേശക്ഷേത്രത്തിൽ ഉണ്ണിയപ്പം അതെ ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് എന്നിട്ട് ഈ പറഞ്ഞാൽ അത് ഭയങ്കര ഫേമസ് ആണല്ലോ, എനിക്ക് അത് കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ശരി, ഇനി എപ്പോഴെങ്കിലും ലൊക്കേഷൻ വരും. എന്റെ നാട് കൊട്ടാരക്കര, കിട്ടുമെങ്കിൽ ഞാൻ വാങ്ങിച്ചോണ്ട് ഞാൻ ഭയങ്കര റയറാണ്, എപ്പോഴും തിരക്കാണ് അവിടെ. അങ്ങനെ ഒരു മിനിറ്റ്. കട്ട് ചെയ്തേണ. ഹലോ രാജേട്ടാ, അലീന ജോസ്
അലീന സാജൻ. അലീന സാജൻ, സോറി പേര് ചെറുതായിട്ട് മാറി അച്ഛൻ്റെ. സാജൻ സാജൻ. പ്രവീണ, രണ്ടാമത്തെ സീരിയല്. എടാ ഒന്ന് പറയാ ഷൂട്ട് ഇതുണ്ടോ പയ്യൻ സെറ്റ്? ആ അതെ അതെ. എന്തോ കട്ടാക്കിയോ? ശരിയാണോ? ഇൻസൾട്ട് ചെയ്തേ? അലീനയുടെ നിർത്തിയിട്ട് വേറെ ആരെങ്കിലും എടുക്കാനാ പറഞ്ഞ, പരിചയമുള്ളവരെ എടുക്കാനായിട്ട്. പക്ഷെ അത് ശരിയായിട്ടുള്ള കാര്യമല്ല. അതിനിപ്പോ എന്താ കുഴപ്പമില്ലല്ലോ. അല്ല, ഇന്റർവ്യൂ ഇത് എടുക്കണ്ടെന്ന് പറഞ്ഞു, മൊത്തത്തിൽ എടുക്കണ്ടെന്ന്. അല്ല, സമയം കഴിഞ്ഞു, 2 മണി കഴിഞ്ഞല്ലോ. പക്ഷെ പുള്ളി അവിടെ അകത്തിരിക്കല്ലേ. അല്ല, അത് കുഴപ്പമില്ല. ഇൻസൾട്ട് ചെയ്യുന്നത് ശരിയല്ലല്ലോ, അത് മോശമല്ല. നമുക്ക് എടുക്കാം. അല്ല അല്ല അതല്ല അതല്ല നമ്മളിപ്പോ അല്ല, അതെന്താ ഷാന അങ്ങനെ? ഒരാളെ നമ്മൾ എടുത്തോണ്ടിരിക്കല്ലോ ഷാന, അത് മോശമല്ലേ? ഞാൻ പറഞ്ഞു, ഞാനല്ലേ അയച്ചു കൊടുത്തു അലീന ഉണ്ടെന്ന്. അല്ല, അത് വിഷമായോ? എങ്കിലും അതല്ല, നമ്മള് നിങ്ങളെ അറിയത്തില്ല, തിരിച്ചറിയാത്ത ആർട്ടിസ്റ്റ് എടുക്കേണ്ടതാണ്. അല്ല, അത് ശരി. നമ്മളിപ്പം ബിഗിനർ അല്ലേ, ഇതില് ആൾക്കാർ അറിഞ്ഞു വരുന്നല്ലേ ഉള്ളൂ. എല്ലാം കലയല്ലേ, എല്ലാം ശരിയാണ്. ചേട്ടാ, എനിക്കതിനകത്ത് യോജിക്കാൻ താല്പര്യമില്ല. അല്ലല്ല ഇല്ല, അത് മോശമാ. റോയ് അവനിച്ച് കുഴപ്പമാട്ടോ, അവനിച്ച് കുഴപ്പമാ. റോയ്ക്ക് ക്യാമറമാന് അവൻ ഇവിടെ ഇരിക്കുന്നുണ്ട്, അവനെ കുറിച്ചൊന്നും പറയുന്നില്ല. അവൻ തൊട്ട് ബാക്കി ഇരിക്കുന്നുണ്ട്. എല്ലാം കണക്കാ, എല്ലാം കണക്കാ. മോശമല്ലയോ ഷാനത്? ഏയ്, ഒരു ആർട്ടിസ്റ്റ് ഇരുപ്പിട്ട് ഇപ്പടി പേசுறது சரிதானா? തപ്പ് தானே അത്? എപ്പിസോഡ് പോകുന്നതിന് ഇപ്പം എന്തൊരു ആർട്ടിസ്റ്റ് പിടിച്ചിരുത്തിട്ട് എപ്പിസോഡ് പോകുന്ന പറഞ്ഞെന്തോ? റോയ് വന്നു, റോയ് കട്ടേ, ഫോൺ കട്ടേ. അല്ല, കട്ടേ, ഇനി വാ, ചോദിക്കട്ടെ. അത് ഇനി വന്നാ പറയട്ടെ, കാര്യം പറയട്ടെ. കട്ടേ, ഇനി വാ, ഫോൺ കട്ടേ. ആ, ചാനലിൽ നിന്ന് വിളിക്കാം. രാജേട്ടനോ? ഹലോ രാജേട്ടാ, ആ കുട്ടിയുടെ ഇപ്പം എത്ര മിനിറ്റാ റോയ് എടുത്തിട്ട്? 7 മിനിറ്റ്. ഇപ്പോൾ 7-8 മിനിറ്റ് എടുത്തിട്ട് ഞാൻ ആ കുട്ടി എടുത്തിട്ട് പാട്ടും പഠിച്ച് എടുത്തിട്ട് എടുക്കണ്ടെന്ന് പറഞ്ഞാൽ ശരിയാണോ? രാജേട്ടാ, എനിക്ക് അങ്ങനെ ഇൻ്റർവ്യൂ എടുത്തുതരാൻ ബുദ്ധിമുട്ടുണ്ട്. അല്ലല്ലല്ല, ഞാൻ 10-300 ഇൻ്റർവ്യൂ എടുത്ത ഒരാളാണ്, പല ചാനലിലും എടുത്തിയാൽ. ഞാൻ ഇപ്പോഴെങ്ങനല്ലോ എടുക്കുന്നത്. എനിക്ക് സംസാരിക്കാൻ പറ്റും, ഞാൻ ഇൻ്റർവ്യൂ എടുക്കാം. അവർ ക്യാമറ ഓണാക്കാൻ പറ്റുമെങ്കിൽ ഓണാക്കാൻ പറ, അല്ലെങ്കിൽ ഞാൻ നിർത്തിയിട്ട് പോയിക്കോളാം. എന്നാ കട്ട് ചെയ്ത്, പുള്ളി കട്ട് ചെയ്തു. ഇല്ല, അയ്യോ, അത് കുഴപ്പമില്ല. അങ്ങനല്ല. അപ്പൊ ഞാൻ നിങ്ങളെ ഇവിടെ ഇരുത്തിയിട്ട് അത് മോശമല്ല. അങ്ങനെ നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ലല്ലോ. അതല്ല, ഇപ്പം നിങ്ങളുടെ ഫേസിനെ വല്ലാതായി. അല്ലല്ല, അലീനയുടെ ഫേസ് ചിരിക്കുന്നെങ്കിലും ഉള്ളിൽ വിഷമമുണ്ട്, അത് കറക്റ്റായിട്ട് അറിയാം. ഉള്ളിൽ വിഷമമില്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇപ്പം എനിക്കത് വിഷമം വരും. അലീനയ്ക്ക് പൂർണ്ണമായിട്ട് ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ എത്രയും പേര് ഇരിക്കുന്നു, ഇൻസൾട്ടിങ് അല്ല വിഷമം ഉണ്ടോ ഇല്ലയോ? ഞാൻ ചോദിക്കട്ടെ, ഒരു ആർട്ടിസ്റ്റെ പിടിച്ചിരുത്തിയിട്ട് ആ പുള്ളി എടുക്കാൻ എന്ത് ആളെവിടെ? അല്ല, ഞാൻ ഇതെടുത്തിട്ട് എടുക്കും, തുടങ്ങി പറ്റത്തില്ല. എനിക്കത് പറ്റത്തില്ല, അല്ല പറ്റത്തില്ല. അല്ല അലീന, ഇതിന്റെ ഇവിടെ ഇപ്പൊ ഞാൻ ആ കാര്യം തീരുമാനം, അയാളല്ല, റോയ് അല്ല തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇത് എടുത്തിട്ട് എടുക്കാം. റോയ് അല്ല, നടക്കത്തില്ല. അത് കുഴപ്പമില്ല. ഇപ്പൊ പുള്ളിക്കാരി ആർട്ടിസ്റ്റിന്റെ ഫ്രണ്ട് ഇരിക്കും, അല്ലേ? മോശമല്ലേ അത്? പുള്ളിക്കാരി ഷോട്ടിന്റെ ഇടയ്ക്കല്ലേ ഇവിടെ വന്നത്? ഏതാ? ഇത് എടുത്തിട്ട് അയച്ചു കൊടുത്താ പോരെ? എന്ത് റോയ് ഇങ്ങനെയൊക്കെ പറയുന്നേ? റോയ് ഒരു ആർട്ടിസ്റ്റ് അല്ലേ? ആർട്ടിസ്റ്റ് ആദ്യം നമ്മൾ അത് അവരോട് നമുക്ക് റെസ്പെക്റ്റും ബിഹേവ് ചെയ്യുന്ന എങ്ങനെയാണ് ആദ്യം പഠിക്കും, പിന്നല്ലാതെ. ഇല്ല ഞാനെല്ലാം എടുക്കത്തില്ല. അല്ല ഞാൻ ചോദിക്കുന്ന വിഷമമില്ലേ? ചിരിക്കാനല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞേ. ഞാൻ ഇയാൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നത്. ഞാൻ അലീനയ്ക്ക് ചേട്ടൻ പറയുന്നത് ശരിയാണ്, പക്ഷെ നിങ്ങൾക്ക് അതിന്റെ ഒരു പ്രശ്നമാണ്. എനിക്ക് പ്രശ്നമൊന്നുമില്ല, എനിക്ക് ഇതില്ലെങ്കിൽ വേറെ ചാനലുണ്ട്, മനസ്സിലായില്ലേ? അല്ല, ഒരു മിനിറ്റ് നിങ്ങൾ ഒന്ന് മിണ്ടായിരുന്നു, ഒന്ന് സംസാരിച്ചോട്ടെ ഞാനൊന്ന്. അല്ല, ഞാൻ ചോദിക്കുന്ന ഇപ്പൊ വിഷമമില്ലേ? അപ്പൊ പിന്നെ എന്തിനു ചിരിക്കണം? റിയാക്ട് ചെയ്യുന്ന എങ്ങനെ? അല്ല, റിയാക്ട് ചെയ്യുന്ന എങ്ങനെ? ഞാനിങ്ങനെ
ദേഷ്യം വന്ന് ചിരിക്കും. അല്ല അങ്ങനല്ല, നമ്മള് പിന്നെ അത് ആ കണ്ണീര് വന്നോണ്ടിരിക്കുന്നത്, പക്ഷെ കരയാൻ പറ്റുന്നില്ല. പക്ഷെ എന്റെ ഉള്ളുകൊണ്ട് കരയുക, അത് മോശമാണത്. ഒരു ആർട്ടിസ്റ്റ് എടുത്തിട്ട് ചെയ്യുക അല്ല എടുക്കണ്ടെന്ന് പറയാൻ ശരിയല്ല. അത് എനിക്കൊരു എത്തിക്സ് ഉണ്ട്. ഞാൻ അതിനെ ബഹുമാനിച്ചു പോകുന്ന ഒരാളാണ്. ശരിയല്ലേ? ഇപ്പൊ തിരിച്ച് ഞാനാണെങ്കിൽ ഇപ്പൊ അലീന എങ്ങനെ പ്രതികരിക്കും? ഇപ്പൊ എന്നെ എടുക്കേണ്ട അലീനടുത്ത് പറയാം, ബോസ് പറയാം, അലീന എന്ത് ചെയ്യും? ഞാൻ അങ്ങനെ ചെയ്യാതിരിക്കും. എല്ലാരും ആർട്ടിസ്റ്റ് അല്ലേ. അപ്പൊ അലീന ഇന്റർവ്യൂ എടുക്കത്തില്ലേ? ഞാനും ഇന്റർവ്യൂ എടുക്കുന്ന ചെറിയൊരു ബാങ്ക് വന്നതാണ്. ആരും വിളിച്ചിട്ടില്ല, ഫോണൊക്കെ സൈലന്റായിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു. ഇത് ചെറുതായിട്ട് രാജേട്ടനും ഇല്ല, റോയ്ക്ക് ഒരു ആൾക്കാരില്ല, പാവമാണ് അവൻ, ഒന്നുമില്ലായിരുന്നു കേട്ടോ. കൈയൊക്കെ എന്റെ കൈയിട്ട് വിറപ്പിക്കുന്നതാ, എന്റെ കൈയിട്ട് വിറപ്പിക്കുന്ന എങ്ങനെണ്ടായിരുന്നു? കൊള്ളായിരുന്നു. വളരെ നല്ല അവനോട്ട് ഒരു കുഴപ്പമില്ല കേട്ടോ, നല്ല പയ്യനാ, ചുമ്മാ പറഞ്ഞാ. ഒന്നുമില്ല കേട്ടിയാ. ഇഷ്ടപ്പെട്ടോ? പ്രത്യേക ആൾക്കാരെ പറഞ്ഞ് അവള് പെട്ടെന്ന് കരയും, അതുകൊണ്ട് കരയുന്ന രീതിയിൽ വേണ്ട, അതുകൊണ്ടാണ് ഈ രീതിയിൽ പോയത് കേട്ടോ. ഇത് ചുമ്മാ ഇട്ടാ അല്ല ഏറ്റവും അവിടെ ഉള്ളിൽ എന്താ തോന്നിയത്, മനസ്സിലെന്താ തോന്നിയത്? ജെന്യൂനായിട്ട് പറയാം, ക്യാമറ ഒന്നും കട്ടല്ല. അല്ല ശരിയാണ് ചേട്ടൻ പറഞ്ഞത്. അല്ല അലീനയുടെ ഉള്ളിൽ എന്ത് തോന്നി, ആ മനസ്സിൽ എന്ത് തോന്നി? ഉള്ളില് ഈ പറഞ്ഞ നമുക്കൊരു വിഷമം ഉണ്ടായി, എങ്കിലും ഈ പറഞ്ഞ ഞാൻ ഇങ്ങനെ റിയാക്ട് ചെയ്യത്തുള്ളൂ. അല്ല വിഷമം ഞാൻ കാരണം ആർക്കും വിഷമം ഉണ്ടായില്ലേ? ഇയാള് കാരണം ആർക്കും വിഷമം ഉണ്ടാവില്ല. എനിക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടായിരുന്ന സ്റ്റോറി. ഇത് നമ്മുടെ ഈ ഒരു പ്രൊമോഷൻ, സീരിയലിന്റെ പ്രൊമോഷൻ, ടീച്ചറമ്മയുടെ പ്രൊമോഷനും ഒപ്പം ഈ പറയുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ചെറിയ കണ്ടന്റ് ഒക്കെ ഇട്ടാലൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ കമന്റ് വരും, ഇതൊക്കെ ആരാന്നൊക്കെ ചോദിച്ചോണ്ട് അവർക്കുള്ള മറുപടി ചെയ്ത് കേട്ടോ. ഒന്നും തോന്നുന്നു നിന്നെ കുറിച്ച് എന്തോ പറയടാ, നിനക്ക് അഹങ്കാരിയാന്നൊക്കെ ഞാൻ പറഞ്ഞോ, അതൊക്കെ കട്ട് ചെയ്തിട്ട് പോട്ടെ. അപ്പം ഇനി എന്തായാലും വളരെ സന്തോഷം കേട്ടോ. ഇപ്പൊ ഈ കഥാപാത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ എത്രത്തോളം ഇപ്പം എഫക്റ്റീവായി വരുന്നുണ്ട്? ഞാൻ ഫസ്റ്റ് ചെയ്തത് വെച്ചിട്ട് ബോധമൊക്കെ പല സ്ഥലങ്ങളിലേക്ക് പോകും കേട്ടോ, അതാ ചോദിച്ചത്. ഓക്കെ, ഇതിലേക്ക് വരാതെ ക്യാരക്ടറിന്റെ ഒരു എന്താ പറയുക, ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ ആ ഒരു കർവ് എന്ന് പറയുമ്പോഴത്തേക്കും ഫസ്റ്റ് ആ എപ്പിസോഡ് ഉള്ളതിൽ നിന്ന് എനിക്ക് തന്നെ സെൽഫായിട്ടൊരു ഇമ്പ്രൂവ്മെന്റ് വരുന്നതായിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ ഇനിയും ഒരുപാട് പഠിക്കാനും ചെയ്യാനും ഒക്കെ ഉണ്ട്. എന്താ പറയാ, അതെ ബെറ്റർ ദാൻ മോർ, അതെ എപ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കും. എല്ലാ ആർട്ടിസ്റ്റുകളും അങ്ങനെ പറയാറുള്ളത്. പക്ഷെ ഞാൻ പറയാനുള്ളത് സിനിമയെക്കാട്ടിലും കൂടുതൽ സീരിയലിൽ പഠിക്കാനുണ്ടെന്ന് പറഞ്ഞാൽ അഭിനയത്തിൽ എല്ലാരും പറയാറുണ്ട്. സീരിയൽ ചുമ്മാതാണ്, ഒരു ക്യാമറ വെച്ചിട്ട് പെട്ടെന്ന് എടുത്തെടുത്ത് പോവാണ്, എക്സ്പ്രഷൻ കൂടുതൽ വേണം, അതിന് മുഖഭാവങ്ങൾ അസത്യമാണ്, സീരിയലിന് വേണം, അതെന്നാലും സീരിയൽ എഫക്റ്റീവ് ആവത്തുള്ളൂ. അങ്ങനെ ചെയ്യുന്ന സമയത്ത്, പുറത്തു പോകുന്ന സമയത്ത് അല്ലെങ്കിൽ കുടുംബത്തിൽ ആരെങ്കിലും ഒക്കെ പറയാറുണ്ട് ഇതിന്റെ അഭിനയം ഓവറാണ്? ഇല്ല, അത് നമ്മൾ മെയിനായിട്ട് ഞങ്ങളുടെ ഇവിടെ ഈ ഒരു പ്രോജക്റ്റിൽ സ്ഥിരം ഒരു പാറ്റേണിൽ നിന്ന് ഞങ്ങൾ ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. മേക്കിംഗ് ആയാലും അല്ലെങ്കിൽ സ്റ്റോറി വൈസ് ആയാലും എല്ലാം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഈ പറയുന്ന സ്ഥിരം ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ളത് പോലെ അങ്ങനെ ഈ ഓവറായിട്ട് ചെയ്യുന്ന അങ്ങനെയൊന്നും ഇല്ല. നമ്മളിവിടെ എല്ലാം വളരെ സട്ടിലായിട്ട് ഈ പറഞ്ഞതുപോലെ ഓരോ ഇമോഷൻസും അതിൻ്റെതായ ഒരു മീറ്ററിൽ തന്നെയാണ് എല്ലാവരും ഇവിടെ ചെയ്യുന്നത്. ഈ പറഞ്ഞ പോലെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ അതിനെ ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്യുന്നത് നിഷാന്ത് സാറാണ്. ഇനി ചെറിയൊരു ക്വസ്റ്റ്യനോട് ഞാൻ ചോദിക്കണം, ആൻസർ ചെയ്യാൻ നോക്കാം. ചെറിയ കണക്കാ, നമുക്ക് അത് അറിയാൻ പറ്റും. മാത്സിൽ ഞാൻ കുറച്ച് പിന്നോട്ടാണ്. എന്നാലും കുഴപ്പമില്ല, നമ്മൾ കണക്ക് കൂട്ടാൻ അറിയാലോ, കൂട്ടിയാൽ മതി. 1030 അധികം 1030. അതാ ഞാൻ ആദ്യം തന്നെ കണക്കിൽ കുറച്ച് 1030 അധികം 1030. ഓക്കെ, ഞാൻ പറയാം 2060. കറക്റ്റ്, 2060 അധികം 30. ഞാനൊരു സമ്മാനം തരും ഉറപ്പായിട്ടും. 2090 അല്ല, മലയാളം 2900. അതാണ് ഞാൻ പറഞ്ഞത്. അല്ല, 2060 അധികം 30. 2900 മീൻസ് ഞാൻ ഉദ്ദേശിക്കുന്നത് 2090. 2090. ശരി, 2090. 2090 അധികം 10. 3000. 2090 അധികം 10. 2090 അധികം 2090 അധികം 2100. 3000 പറഞ്ഞില്ലേ, അത് അവിടെ വെച്ച് നമ്മള് പൗസ് അടിക്കും. ഇപ്പൊ ഒരു എന്റർടൈൻമെന്റ് ആയില്ലേ, സന്തോഷമല്ലേ? ഒരു ഇന്റർവ്യൂ ആയിട്ട് തോന്നി, ഫീൽ ചെയ്തോ? ഇനി എന്തായാലും ഞാൻ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എക്സ്ട്രീംലി സോറി. അപ്പൊ നമ്മുടെ പ്രേക്ഷകരോട്
എന്താ പറയാനുള്ളത് ടീച്ചറമ്മയെ കുറിച്ചും ക്യാരക്ടറെ കുറിച്ചും? ഓക്കെ, പ്രേക്ഷകരോട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സീരിയല് ഒരുപാട് പേരുടെ പ്രതീക്ഷയും ഒരുപാട് പേരുടെ കഷ്ടപ്പാടും ഒക്കെയാണ്. എല്ലാ പ്രോജക്റ്റും അങ്ങനെ തന്നെയാണ്. എന്നാലും എന്നെ സംബന്ധിച്ച് ഇത് എൻ്റെ വലിയൊരു ഡ്രീം പ്രോജക്റ്റ് ആയിരുന്നു. ഒരുപാട് നാളത്തെ വെയിറ്റിംഗിന് ശേഷമാണ് ഇപ്പോൾ ഞങ്ങൾ ഈ April 7 തൊട്ട് ടെലികാസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഈ വീണ എന്നൊരു കഥാപാത്രമാണ് ഞാൻ ഇതിൽ ചെയ്യുന്നത്. നമ്മുടെ ടീച്ചർ അമ്മയുടെ ഏറ്റവും ഇളയ മകളായിട്ടുള്ള ക്യാരക്ടറാണ്. അമ്മയോട് ഒരുപാട് സ്നേഹവും അമ്മയ്ക്കും ഒരുപാട് സ്നേഹമുള്ളൊരു മകളാണ് ഈ വീണ എന്ന് പറയുന്ന ക്യാരക്ടർ. വീണയെ അമ്മ കുഞ്ഞി എന്നാണ് സ്നേഹത്തോടെ വിളിക്കുന്നത്. അപ്പോൾ ഈ കുഞ്ഞി എന്ന് പറയുന്ന കഥാപാത്രവും എല്ലാവരും ഇരു കൈ നീട്ടി സ്വീകരിക്കുക, എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഞങ്ങളുടെ സീരിയൽ ടീച്ചർ അമ്മ ഇതിൻ്റെ എല്ലാ എന്താ പറയുക എല്ലാ ക്രൂ മെമ്പേഴ്സിനെയും നമുക്ക് എല്ലാവർക്കും ഇനി പൊതുവെ എന്താ പറയുക മുന്നോട്ട് പോകുന്നതോറും എല്ലാവർക്കും പരിചിതമാവും. എല്ലാവർക്കും എന്താ പറയുക ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ട് ഈ പ്രോജക്റ്റ് വഴി. എല്ലാം നടക്കും എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ന്യൂ കമേഴ്സ് ഒരുപാട് പേരുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഇനി മുന്നോട്ട് നമുക്ക് എന്നെ ഉൾപ്പെടെ പലർക്കും അറിയില്ല. നമുക്കപ്പം മുന്നോട്ട് കാണുന്നതോറും ആയിരിക്കുമല്ലോ പരിചിതമാവുന്നത്. അപ്പം എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ സീരിയൽ എല്ലാവരും കാണണം, എല്ലാവരും നല്ല നല്ല അഭിപ്രായങ്ങൾ അറിയിക്കണം. എങ്ങനെയാണ് ഇതിൻ്റെ എന്താ പറയുക ഇതിൻ്റെ മുന്നോട്ടുള്ള പോക്ക് എന്നെല്ലാവരും കാണണം. ഒരു എപ്പിസോഡ് പോലും മിസ് ചെയ്താൽ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്, നമ്മുടെ മൊത്തത്തിലൊരു മേക്കിംഗ് പാറ്റേണിൻ്റെ ഒരു ഡിഫറെൻറ്റ് ആ ഒരു വേ ആയതുകൊണ്ട് തന്നെ ഓരോ എപ്പിസോഡിലും അതിൻ്റേതായ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓരോ എപ്പിസോഡും മിസ്സായാൽ തന്നെ നമുക്ക് ആ മൊത്തത്തിലുള്ള സ്റ്റോറി അതെങ്ങനെയാണ് പോകുന്നത് കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എല്ലാ എപ്പിസോഡും കാണണം, എല്ലാം കണ്ട് മനസ്സിലാക്കി അഭിപ്രായങ്ങൾ അറിയിക്കണം. അതെ, ഞാൻ ചോദിക്കട്ടെ, അതൊരു റൈറ്ററിന്റെ ഒരു ഡയറക്ടറിന്റെ ഒരു കഴിവല്ലേ? ഒരെണ്ണം മിസ്സായി കഴിഞ്ഞാൽ അടുത്തത് എന്താണെന്നുള്ളത് ചിന്തിക്കാൻ പോലും പറ്റാതെ. തീർച്ചയായിട്ടും അവർക്ക് ഒരു ഹാറ്റ്സ് ഓഫ്. കാര്യം സീരിയൽ കണ്ടിന്യൂസ് കാണാൻ ഉള്ളൊരു വ്യഗ്രത എല്ലാവർക്കും ഉണ്ടാവട്ടെ, മുന്നിലോട്ട് വരട്ടെ, എല്ലാം നല്ലതായിട്ട് വരട്ടെ. ഇനിയും അങ്ങോട്ട് നല്ല നല്ല പ്രാങ്കുകൾ കിട്ടട്ടെ, തിരിച്ചുകൊണ്ട് തന്നെ എല്ലാം നേരിടാൻ കേട്ടോ. കണക്ക് പഠിക്കണം കേട്ടോ, കണക്ക് പഠിക്കണം. സത്യം, അത് കണക്ക് പഠിക്കണം പറഞ്ഞപ്പോഴാണ് ഞാൻ പിന്നീട് അതിന്റെ ആൻസർ കറക്റ്റ് ആയിട്ട് പറഞ്ഞു. അപ്പൊ ഗിഫ്റ്റ് ആണ് വേണ്ടത്. അതെ, ഗിഫ്റ്റ് എന്ത് വന്നാലും സ്വീകരിക്കുമോ? എന്തായാലും ഫുഡ് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. അതെ, ഫുഡ് ഇഷ്ടമാണ്. മെൽറ്റ് ഐസ്ക്രീം ആണോ? അല്ല, അതുപോലത്തെ ഒരു സാധനം. കുൽഫി ആയിരിക്കാം. കുലുക്കുമ്പോൾ ചിലപ്പോൾ കുൽഫിയാവും, ചിലപ്പോൾ കുൽഫിയാവും. അപ്പൊ ഇത് ഞാൻ തരുന്നു, സമ്മാനമായിട്ട് വാങ്ങിച്ചു. പിന്നെ അതിന്റെ കൂടെ എന്റെ ഒരു സ്നേഹ സമ്മാനം, ഒരു പൂവും കൂടെ ആയിക്കോട്ടെ. എന്തിനാണെന്നറിയോ പ്രാങ്ക് ചെയ്തേ? ഇത് വെള്ള പൂവെന്ന് വെച്ചാല് സമാധാനത്തിന്റെ. റോസ് വന്നാൽ ചിലപ്പോ ഞാൻ പ്രപ്പോസ് ചെയ്യാന്ന് വിചാരിക്കും. കഴിച്ചോ? കഴിക്കട്ടെ അല്ലയോ റോയ്? കഴിച്ചോ, കഴിക്കേ. അല്ല, തെറ്റായിട്ടുള്ള കാര്യമൊന്നുമല്ലല്ലോ. ഒരു കടി പച്ചമാങ്ങ, ഒരു കടി അടിക്കണം. എവിടാണ് ഇഷ്ടമാണ്? ഇവിടെ നോക്കിയോ, ചിരിക്കാതെ കടി. അതൊന്നും ചിരിക്കാതിരിക്കോ, അതിനെങ്കിലും ഒന്നും ചിരിക്കാതിരിക്കേ. ഒന്നുമില്ല, കടിക്കേ. പല്ലൊക്കെ കുറച്ച് മാങ്ങ തെറ്റി പോകുന്ന ഒരു കടിയൊക്കെ കടിക്കാം. പ്ലാസ്റ്റിക് ആണെന്ന് വിചാരിച്ചു ആദ്യം. അതീന്ന് ഇങ്ങോട്ട് ഇപ്പൊ ഫ്രഷ് ആയിട്ട് എടുത്തതേ ഉള്ളൂ. ഒന്നുകൂടെ കടിച്ചോ. മതി കടിച്ചിട്ട് അങ്ങോട്ട് വരുന്നില്ല. കുൽഫി കഴിക്കാൻ വേണ്ടിയിരുന്ന മാങ്ങ കൊടുത്ത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാര്യം ഞാൻ ഇങ്ങനെയുള്ള ഒരു ഇന്റർവ്യൂസ് കുറച്ചേ എടുത്തിട്ടുള്ളൂ. അത് കുറച്ച് പേരിൽ ഒരാളോടായിരിക്കും. തീർച്ചയായിട്ടും അത് എനിക്ക് എപ്പോഴേലും ഒരു ഓർമ്മയിൽ ഒരു 10 ഇന്റർവ്യൂ എടുക്കുന്നതിൽ അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് എൻജോയ്മെന്റ് എടുത്ത് പറഞ്ഞ ഇതുകൂടായിരിക്കും. അലീനയുടെ വളരെ സന്തോഷം. പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഇനി എന്തെങ്കിലും മാങ്ങ കൊള്ളാവോ? പൂവിന് മണമുണ്ടോ? എനിക്ക് എന്തായാലും സന്തോഷം, ഹാപ്പി ആയിട്ടിരിക്കാം. ഇനി നമുക്ക് ഈ ഒരു എപ്പിസോഡ് 1000 എപ്പിസോഡൊക്കെ ആകുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വരും. അന്ന് കുറച്ചും കൂടെ ഒക്കെ നന്നായിട്ടൊരു പ്രാങ്ക്. താങ്ക് യു സോ മച്ച്. ശരി, താങ്ക് യു.